ഹലോ എവരി വൺ. അപ്പം നമ്മൾ ആകെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നൊരു സമയമാണിപ്പം. ഭയങ്കര കൺസേൺ ആണ്. എപ്പോഴാണ് നമ്മുടെ പരീക്ഷ വരുന്നത്, ഏത് രീതിയിലാണ് ഇനി പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, പരീക്ഷ എങ്ങനെയായിരിക്കും, പുതിയ അഡ്മിറ്റ് കാർഡ് വരുമോ, സിറ്റ് ഇൻറ്റിമേഷൻ ഉണ്ടാകുമോ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് പുതിയ വിവരങ്ങൾ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിൽ കുറേ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ NDAക്ക് പുതിയ ഡയറക്ടർ ജനറൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. UGC ചെയർമാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജൂൺ 18 പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി വരുന്ന പരീക്ഷയിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത പരീക്ഷ എപ്പോൾ നടക്കും, ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്കറിയാം, നമ്മൾ എല്ലാം തന്നെ ഇപ്പോൾ ഒരു കൺസേണിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം, പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ ജൂൺ 18 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. കൊമേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, അങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോ വിഷയത്തിന്റെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജൂൺ 18 കഴിഞ്ഞ എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. അതില് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകുവശത്ത് 17ാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നത്, നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടത് OMR ആൻസർ ഷീറ്റ് ആൻഡ് ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. OMR ആൻസർ ഷീറ്റും അതുപോലെ തന്നെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡും നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്നാൽ നമ്മളെടുത്തുനിന്ന് നമ്മുടെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അവർ തിരിച്ചു വാങ്ങിയിട്ടില്ല. അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ്. നമ്മൾ ഇത് രണ്ടും തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ, ഒന്ന് OMR ആൻസർ ഷീറ്റ്, രണ്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് വാങ്ങിയില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. അവിടെ തന്നെ NDAയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാരും തന്നെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ വരുന്നുണ്ട്, ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒപ്പിടുന്നുണ്ട്, അത് അവർ ഒപ്പിട്ട് നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപാട് വിവരങ്ങൾ അതിലുണ്ട്. ആ വിവരങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഹാജരായി എന്നുള്ളതിന് തെളിവായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ OMR ആൻസർ ഷീറ്റ് ഇതുപോലെ മിസ്സായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്താണ്. നമ്മുടെ ഭാഗത്തുള്ള അഡ്മിറ്റ് കാർഡ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ പോയി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല. മാത്രമല്ല, ഇത് കൊടുത്തില്ല എങ്കിൽ ഇതുപോലുള്ള നടപടികൾ നമ്മൾ ഭാവിയിൽ നേരിടേണ്ടതായിട്ടും വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. എന്നാൽ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തു, ഓക്കെ, സന്തോഷം. കാരണം ഇതുപോലുള്ള കോംപ്രമൈസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ നിർത്തലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് പറയുന്നത്, ഇത് വിട്ടുപോകാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത പരീക്ഷയ്ക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസും ഒക്കെ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. നാഷണൽ ലെവലിലുള്ള ഒരു മീഡിയയിൽ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഡീപ്പായിട്ട് നമ്മളും ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതുപോലെയുള്ള നമ്മളെ കൊടുക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ട്. OMR ആൻസർ ഷീറ്റ് അവർ വാങ്ങി, എന്നാൽ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങിയില്ല. അപ്പൊ ഇതും കൂടെ ഇതിന്റെ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മളുടെ പരീക്ഷാ പ്രോസസ് പൂർത്തിയാകുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, നമ്മളെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനില്ല.
അടുത്ത പരീക്ഷയ്ക്ക് ഇതുപോലുള്ള പോയിന്റുകൾ OMR ആണെങ്കിൽ ഇതുപോലുള്ള പോയിന്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി OMR അല്ലെങ്കിലും അഡ്മിറ്റ് കാർഡ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. കാരണം അതിൽ അത്രയും വിവരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്, അവർ കൊണ്ടുപോകേണ്ടതാണ്, നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ദ കാൻഡിഡേറ്റ് can take away the question paper booklet after the examination is over. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് നൽകാം, എന്നാൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറയുന്നത് അടുത്ത പരീക്ഷയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം വായിച്ച് മനസ്സിലാക്കി ഇത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് UGCയുടെ ചെയർമാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നോക്കാം. അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷകളിൽ നമുക്ക് വളരെ വിശ്വാസ്യതയോടുകൂടിയിട്ട് NDAയുടെ പരീക്ഷകൾ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സോ ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ വളരെ സുതാര്യമായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പും വന്നിട്ടില്ല. NDAയുടെ ഡയറക്ടർ ജനറലിനെ മാറ്റിയിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ NDAയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു ട്വീറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ആ കാര്യമൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ UGCയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? UGC ചെയർമാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, NDA നെറ്റ് എക്സാം എന്ന് പറയുന്നത് നിലവിൽ നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത, അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റിയിലെ PhDക്കുള്ള അഡ്മിഷൻ, അതിന് പുറമെ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റ് നൽകുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ഈ 3 കാര്യങ്ങളും വരുന്നത് കൊണ്ടുള്ള പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്, അതുപോലെ CSIR നെറ്റ്, അതുപോലെ തന്നെ നീറ്റ്, ഇത്തരം പരീക്ഷകളിലൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ ശരിയായ രീതിയിൽ നടത്തണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫോർമർ ISRO ചെയർമാൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് NDA റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. NDAയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതൊന്ന് പുതുക്കി പണിയുക, അതുപോലെ തന്നെ പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്തുക, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കമ്മിറ്റിയിലേക്ക് ISRO ചെയർമാനൊക്കെ വരുന്ന സമയത്ത്, ഫോർമർ ISRO ചെയർമാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പരീക്ഷയുടെ സുതാര്യത ഉറപ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരണം എന്ന് പറയുന്നത്. ഈ ഹൈ ലെവൽ കമ്മിറ്റിയിൽ NDA പുതുക്കി പണിയുന്നതിനും അതുപോലെ തന്നെ പരീക്ഷ സുതാര്യമാക്കുന്നതിനുമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത പരീക്ഷ എപ്പോഴായിരിക്കും എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത നെറ്റ് എക്സാം അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ CSIR നെറ്റ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്, അതുപോലെ UGC നെറ്റ് പരീക്ഷ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻസൽ ആക്കിയ പരീക്ഷകളുടെ ഒക്കെ പുതുക്കിയ ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പുതുക്കിയ ഡേറ്റ് അറിയിക്കും. സുതാര്യമായ രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫോർമർ ISRO ചെയർമാനെയൊക്കെ ഹൈ ലെവൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സത്യസന്ധമായ രീതിയിലും നമുക്ക് വിശ്വാസം നൽകുന്ന രീതിയിലും വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവർ, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവർ വളരെ കൃത്യമായിട്ട് പഠനം കൊണ്ടുപോകുക. അത് ഏതൊക്കെ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്ത് ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ NDAയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഇതുപോലെ ചെയ്യുന്നവർക്ക്, ഇതുപോലെ പരീക്ഷയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ പരീക്ഷയിൽ കോംപ്രമൈസ് ചെയ്യുന്നതും, ക്വസ്റ്റ്യൻ ചോടുന്നതും, അതുപോലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്തു കഴിഞ്ഞ്
അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഏകദേശം 1 കോടി രൂപയോളം ഫൈനും അതുപോലെ തന്നെ ജയിൽ ശിക്ഷയും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ NDAയുടെ ഏറ്റവും പുതിയ ട്വീറ്റ് കണ്ടാൽ, അല്ല അതിന്റെ കമന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി NDA പറയുന്നത് NDAയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രോബ്ലവും ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് NDA പുതിയ ട്വീറ്റ് വന്നിരിക്കുന്നത്. ട്വിറ്റർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് NDAയുടെ ഡയറക്ടർ ജനറൽ സുമോദ് കുമാർ സിംഗിനെ മാറ്റിയിട്ട് താൽക്കാലിക ചുമതലയായിട്ട് പ്രദീപ് സിംഗ് കരോള അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള NDAയുടെ വിവരമെന്ന് പറയുന്നത്. അപ്പൊ NDAയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുകളും വന്നിട്ടില്ല എന്ന് പറയുകയും പ്രാഥമിക അന്വേഷണത്തിൽ കുഴപ്പങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറലിനെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം തുടക്കം മുതലേ പറഞ്ഞിരിക്കുന്നത് NDAയുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ സുബോധ് കുമാർ സിംഗ് മാറ്റിയിട്ട് പ്രദീപ് സിംഗ് കരോളക്ക് താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. അതാണ് NDAയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ NDAയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് കോംപ്രമൈസ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പുറത്തായിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ പുറത്തായിരിക്കുന്നത്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അന്വേഷണത്തിലാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് CSIR നെറ്റിന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ CSIR നെറ്റിന്റെ നിർത്തലാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോർന്നു എന്നുള്ളതൊന്നുമല്ല. അപ്പൊ നെറ്റ് എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ ഡാർക്ക് വെബിൽ ചോദ്യങ്ങൾ കണ്ടു എന്നുള്ളതാണ്, ടെലിഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്യപ്പെട്ടു. നീറ്റ് എക്സാമിന്റെ കാര്യത്തിൽ ചോദ്യങ്ങൾ വിൽപ്പന നടത്തി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പലതും പല രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിന് വെയിറ്റിംഗ് ആണ്. നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ്. പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കണം. അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഫോർമർ ISRO ചെയർമാൻ K രാധാകൃഷ്ണന്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയൊരു ഹൈ ലെവൽ കമ്മിറ്റി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ NDAയുടെ ഒരു പുനരുദ്ധാരണം തന്നെ നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മുടെ ഡേറ്റ് ഉടൻ തന്നെ അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഡേറ്റ് എന്ന് വരും, ഏത് രീതിയിലാണ് പരീക്ഷ എന്നുള്ളതൊക്കെ നമുക്ക് ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. റിവിഷൻ മസ്റ്റ് ആണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും ഡെയിലി മെസ്സേജ് അയക്കുന്നത് എന്താണ് പുതിയ കാര്യങ്ങൾ, എന്താണ് നിങ്ങൾ അതിൽ കൺസേൺ ആവേണ്ടതില്ല. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠനം കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വന്നുകൊള്ളും. നമുക്ക് പരീക്ഷ ഇനി എഴുതാൻ സാധിക്കും. നമ്മൾ പരീക്ഷ എഴുതിയിട്ടില്ല, എഴുതിയ പരീക്ഷ റദ്ദാക്കി, ആ പരീക്ഷ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പരീക്ഷ വരാനുണ്ട്. ആ പരീക്ഷക്കായിട്ട് നമ്മൾ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഡിസംബർ എക്സാമിനേഷന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.